ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. എൻ്റെ പേര് ചിഞ്ചു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിബിൻ, ഇത് ഞങ്ങളുടെ മകള് ഹന്ന. ഞങ്ങൾ മരങ്ങാടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞാണ് ഞങ്ങൾക്കിത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ 4 വർഷം മുന്നേ ഞങ്ങൾക്ക് 1 വർഷം എനിക്ക് അബോർഷനായിരുന്നു. അപ്പോൾ ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്ന് പിന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2021 സെപ്റ്റംബറിൽ ഞങ്ങൾ കനട്ടച്ഛനെ വന്ന് കണ്ടിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. നെക്സ്റ്റ് മന്ത് ഒക്ടോബർ 21 ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിന് ചെറിയ ഡൗട്ട്, ബ്ലഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ട്യൂബിലാവാൻ ചാൻസ് ഉണ്ട്, ഡൗട്ട് പറഞ്ഞിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ കുഞ്ഞ് യൂട്രസിൽ തന്നെയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ 3rd മന്ത് സ്കാനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ NT സ്കാനിങ്ങിൽ കുഞ്ഞിന് യൂട്രസിൻ്റെ വികസനം കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുഞ്ഞ് വളർന്നനുസരിച്ച് ചിലപ്പോൾ തന്നെ ഇറങ്ങിപ്പോരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ 3rd മന്തിൽ സ്റ്റിച്ച് ഇട്ടു. 5th മന്ത് വന്നപ്പോൾ കുഞ്ഞിന് ഹാർട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ അംബ്ലിക്കൽ വാരിക്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കുഞ്ഞിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും. പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും അതേപോലെ ക്ലോട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് യൂട്രസിൻ്റെ അകത്ത് വെച്ച് തന്നെ ഡെത്തായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് കണ്ടീഷൻ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. സൈസ് കൂടുതലായിരുന്നു, ഒരു 6'8" ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കനട്ടച്ഛനെ മെസ്സേജ് അയച്ചു, അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് പിന്നെ സ്കാനിങ് ആയിരുന്നു. 2 വീക്ക് കൂടുമ്പോഴും സ്കാനിങ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 7th മന്ത് സ്കാനിങ്ങിൽ വന്നപ്പോഴും ആ കണ്ടീഷൻ അങ്ങനെ തന്നെ മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു 7th മന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരുമാതിരി വളർച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ വീണ്ടും വന്നിവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 9th മന്ത് വരെ കുഴപ്പമില്ലാതെ പോയി. വെയിറ്റൊക്കെ ഓക്കെ ആയിരുന്നു. 9th മന്തിലും സെയിം കണ്ടീഷനൊക്കെ സെയിം തന്നെയായിരുന്നു. ഹാർട്ടിൻ്റെ പ്രശ്നം അങ്ങനെയുണ്ട്, അംബ്ലിക്കലിൻ്റെ പ്രശ്നം അങ്ങനെയുണ്ട്. എന്നാലും ഡോക്ടർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. 9th മന്ത് ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് 2.7 ഒക്കെ ഉണ്ടായ വെയിറ്റ് 2.5 പെട്ടെന്ന് താഴേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആവണം, നമുക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്മിറ്റായി. ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 2.4 ആയിരുന്നു വെയിറ്റ്. അപ്പോൾ ഡോക്ടർ അന്ന് തന്നെ സ്കാനിങ്ങിൽ പറഞ്ഞിരുന്നു കുഞ്ഞിന് ചെറിയ ഗാൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ട്, 3 സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. 13 mm ആയിരുന്നു സൈസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് കഴിയട്ടെ, നമുക്ക് എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ എക്കോ ചെയ്തു. ജനിച്ച പിറ്റേ ദിവസം എക്കോ ചെയ്തപ്പോൾ എക്കോയിൽ ഹോളുണ്ടെന്ന് പറഞ്ഞു, വലിയ ഹോളായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു 5 days കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ ഹോള് ക്ലോസ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗാൾ സ്റ്റോൺസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 മാസം അതിനൊരു മെഡിസിൻ കഴിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഇപ്പോൾ സ്റ്റോൺ 3.1 mm ആയി കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും എല്ലാ അനുഗ്രഹങ്ങളും തന്നതിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി. നല്ല സന്തോഷത്തോടെ ഒന്ന് കൈകളടിച്ച് കർത്താവിനും നന്ദി പറഞ്ഞ മക്കളെ. 6 വർഷത്തെ ഇവരുടെ കാത്തിരിപ്പ്, മനുഷ്യർക്ക് അസാധ്യമായത് ശാസ്ത്രത്തിന് പറ്റാത്തത് ദൈവത്തിന് സാധിക്കും. പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തി, ചികിത്സകൾ നടത്തിയെങ്കിലും ദിവ്യകാരുണ്യത്തിൽ അങ്ങോട്ട് ആശ്രയിച്ചപ്പോൾ നോക്കുക, കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. കർത്താവ് കുഞ്ഞിനെ കൊടുത്തു. എന്നാൽ ആദ്യ മാസം തൊട്ടുണ്ടായിരുന്ന പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഇന്നിതാ എല്ലാത്തിനും പരിഹാരമായി. നല്ല ആരോഗ്യവും പൂർണ്ണതയുമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്ത് ദിവ്യകാരുണ്യ ഇവരുടെ ജീവിതത്തെ, കുടുംബത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാവരും നല്ല